ദൈവത്തിന്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിൽ അടുത്ത് വരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തല്ലോ. എന്റെ സൗണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓടിവിടാണെന്ന് കരുതുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രാരംഭമായി ഒരു കാര്യം ഞാൻ പറയാം. ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദ്യം ചോദിക്കുവാനുള്ളതായ അവസരമുണ്ട്. താഴെ റിയാക്ഷൻസിന്റെ ഒരു ബട്ടൺ കാണാം. ആ ബട്ടൺ അമർത്തിയാൽ, ആ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഹാൻഡ് റൈസിങ്ങിന്റെ ഒരു സിമ്പിൾ കാണും. ഹാൻഡ് റൈസിങ്ങിന്റെ ആ സിമ്പിളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയുടെ മുമ്പിൽ ആ ഹാൻഡ് റൈസ് തെളിയും. അപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ട് എന്ന്. ആ ചോദ്യങ്ങൾ കേൾക്കാം, എല്ലാവർക്കും കേൾക്കാമല്ലോ. നിങ്ങൾക്കത് അവരവർക്ക് തന്നെ അൺമ്യൂട്ടാക്കി പറയുവാനുള്ളതായ അവസരവുമുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വളരെ ശ്രദ്ധയോടെ നമുക്ക് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാൻ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, അത് ഇന്നത്തോടുകൂടെ ആ ക്ലാസ് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച മുതൽ നമുക്കൊരു പുതിയ വിഷയം തുടങ്ങണമല്ലോ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അതിനായി സഹായിക്കുമാറാകട്ടെ. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ ശ്രദ്ധയോടെ നമുക്കായിരിക്കാം. നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ സ്ക്രീനും കൂടെ ഷെയർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. പ്രൈസ് ദി ലോർഡ്. കാണാമല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നതായ വേദഭാഗത്തിന്റെ കഴിഞ്ഞ ആഴ്ച നമ്മൾ നിർത്തിയത് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പുതിയ യെരൂശലേം യോഹന്നാനോട് 7 ദൂതന്മാരിൽ ഒരുവൻ യോഹന്നാനോട് പറഞ്ഞു, ഞാൻ നീയും നിനക്ക് മറ്റൊരു കാഴ്ച കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ മലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതും, അവിടെ നിന്ന് യോഹന്നാൻ നോക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് മണവാട്ടിയെ പോലെ അണിഞ്ഞ് ഒരുങ്ങി ഇറങ്ങി വരുന്നതായ ഒരു നഗരത്തെയും കാണുവാനായിട്ടിടയായി തീർന്നു എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. അതിനുള്ളതായ ബന്ധത്തിൽ നാം ചിന്തിച്ച് നിർത്തിയതായ വിഷയം ഇതാണ്. വായിച്ചു നിർത്തിയതായ വിഷയം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിന്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ മതിലിന് ഗോപുരങ്ങളുണ്ട്, അല്ലെങ്കിൽ വാതിലുകളുണ്ടെന്നും ആ നഗരത്തിന് 12 അടിസ്ഥാനങ്ങളുണ്ട് എന്നും ആ നഗരത്തിന് ചുറ്റും വലിയ ഒരു മതിലുണ്ട് എന്നും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ മനസ്സിലാക്കിയല്ലോ. ഇവിടെ നമ്മൾ വായിക്കുന്നത്, എന്നോട് സംസാരിച്ച ആ ദൂതൻ നഗരത്തെയും അതിന്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോല് ആ ദൂതൻ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ നമുക്ക് പ്രത്യേകിച്ച് ചിന്തിപ്പാനുള്ളതായ കാര്യമൊന്നുമില്ല. ഒരു നഗരം, ആ നഗരത്തെ അളക്കാനായിട്ട് ഒരു ദൂതൻ വന്ന് നിൽക്കുക. പക്ഷേ അവിടെ നമുക്ക് ആത്മീയമായ ഒരു വിഷയം ചിന്തിപ്പാനായിട്ടുണ്ട്. സ്തോത്രം. ഈ നഗരം പണിയപ്പെട്ടിരിക്കുന്നത് അതിന് തോന്നിയതുപോലെയല്ല. ആ നഗരം ഡിസൈൻ ചെയ്ത ആള്, ആ ഡിസൈൻ ചെയ്തതായ രീതി, പ്രൈസ് ദി ലോർഡ്, അതിന്റെ അളവ്, അതെല്ലാം കൃത്യമാണ്. ഇത് നമ്മെ ഒരു വലിയ പാഠം പഠിപ്പിക്കുകയാണ്. പുതിയ യെരൂശലേം എന്ന് പറയുന്നത് കർത്താവിന്റെ മണവാട്ടിക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതായ നഗരമാണ്. ആ നഗരത്തിന് പ്രത്യേകമായ അളവുണ്ട്. അങ്ങനെയെങ്കിൽ ആ പുതിയ നിയമ സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രത്യേകമായ അളവുകോലിനുള്ളിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അളവില്ലാതെ ഒന്നും
പ്രത്യേക മെഷർമെന്റ് ഇല്ലാതെ ഒന്നും അവിടെ ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയില്ല. അവിടെ വായിക്കുന്നത് അളവുകോല് എന്താണ്? പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോൽ ഉണ്ടായിരുന്നു. രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ ശ്രദ്ധിക്കണം. ഒരു ദൈവ പൈതലിന്റെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്താൽ വെച്ചിരിക്കുന്നതായ അളവിനുള്ളിലായിരിക്കണം. എന്താണ് അളവ്? നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് പോലെ പ്രൈസ് ദി ലോർഡ്, ഓരോരുത്തർക്കും ഇഷ്ടപ്രകാരം ജീവിപ്പാൻ പറ്റുകയില്ല, ഓരോരുത്തർക്കും ഇഷ്ടപ്രകാരം പണിയുവാൻ പറ്റുകയില്ല, ഓരോരുത്തർക്കും ഇഷ്ടപ്രകാരം അതിനകത്ത് പ്രവർത്തിപ്പാൻ കഴിയുകയില്ല. എല്ലാറ്റിനും ദൈവം വെച്ചിരിക്കുന്നതായ ഒരളവുണ്ട്. നാം പണിയപ്പെടുന്നത് ആ അളവിനനുസരിച്ചായിരിക്കണം. എന്താണ് അളവെന്ന് പറയുന്നത്? ദൈവവചനമാണ് അളവ്. ആ ദൈവവചനത്തിന്റെ 4 അതിർത്തിക്കുള്ളിൽ, 4 മതിൽക്കെട്ടിനുള്ളിൽ തന്നെ ആയിരിക്കണം ഒരു ദൈവ പൈതൽ. നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചോ, നമ്മുടെ കഴിവിന്റെ ബലഹീനത അനുസരിച്ചോ, നമ്മുടെ കഴിവിന്റെ ഉച്ചസ്ഥായി അനുസരിച്ചോ ഒന്നും നമുക്ക് അതിന് വെളിയിലേക്കോ അകത്തേക്ക് ഒതുങ്ങുവാനോ കഴിയുകയില്ല. ആ അളവിൻ പ്രകാരം നാം എത്തിച്ചേരണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് നമ്മെ അറിയിക്കുന്നത്, നാം ക്രിസ്തു എന്ന തലയോളം ദൈവത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ച് വളരേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ ഒരു ശിശുവാണ്, അതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുവാൻ ആർക്കും കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ശിശു ജനിച്ചു കഴിഞ്ഞാൽ ആ ശിശുവിന് വളർച്ചയുണ്ട്. ആ വളർച്ചയുടെ ഒരു പൂർണ്ണതയിലേക്ക് അവൻ വന്നെങ്കിലേ പറ്റുകയുള്ളൂ. അങ്ങനെ വളർച്ചയുടെ പൂർണ്ണതയിലേക്ക് വരാതിരിക്കുമ്പോ പ്രൈസ് ദി ലോർഡ്, അവനെ കുറിച്ച് മാതാപിതാക്കളും ബന്ധുജനങ്ങളും സമൂഹവും ഒക്കെ നീചമായി കരുതുവാനായിട്ട്, അല്ലെങ്കിൽ കുറഞ്ഞ അളവിൽ കാണുവാനായിട്ട് ഇടയായിട്ട് തീരും. അവന് തന്നെയും തന്റെ സമൂഹത്തിന്, തന്റെ കുടുംബത്തിന്, തനിക്ക് തന്നെ നിർവഹിക്കേണ്ടതായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുവാൻ കഴിയാത്ത നിലയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നാം വളർച്ച പ്രാപിക്കണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നതായ കാര്യം. ആ വളർച്ച എങ്ങനെ ആയിരിക്കണം? പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ വചനപ്രകാരമുള്ളതായിരിക്കണം. ഇവിടെ ദൂതന്റെ കയ്യിലിരിക്കുന്നതായ അളവുകോല് അത് പൊന്നുകൊണ്ടുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. പൊന്ന് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അറിയാമോ? ദൈവവചനത്തിൽ പൊന്ന് സൂചിപ്പിക്കുന്നത് വിശുദ്ധിയുടെ മാനദണ്ഡമാണ്. അത് വിശുദ്ധിയുടെ അളവാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധിയെ കുറിക്കുന്നതാണ് പൊന്ന്. അങ്ങനെയെങ്കിൽ നാം പ്രാപിച്ചെടുക്കേണ്ടതായ വിശുദ്ധിക്ക് ഒരളവുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഏതാണ് അളവ്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനത്തിൽ യഹോവയായ ദൈവം തന്നെ തന്റെ ജനത്തിന് കൊടുക്കുന്നതായ വചനപ്രകാരം, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിപ്പീനെന്ന്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ എന്നല്ല. നമ്മൾ പലപ്പോഴും അങ്ങനെ കേൾക്കാറുണ്ട്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അത് തെറ്റാണ്. ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ ആർക്കും വിശുദ്ധരായിരിക്കാൻ കഴിയുകയില്ല. ദൈവം ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ദൈവം തന്റെ റെലമിൽ, അല്ലെങ്കിൽ ആ സ്വർഗീയ മണ്ഡലത്തിൽ എത്രത്തോളം വിശുദ്ധിയുടെ പാരമ്യത്തിലേക്ക് ഉയരുവാൻ കഴിയുമോ, ആ വിശുദ്ധിയുടെ ഏറ്റവും ഉന്നതമായ സ്ഥിതിയിലാണ് ദൈവം സ്ഥിതി ചെയ്യുന്നത്. നമ്മെ സ്വർഗീയ മണ്ഡലത്തിൽ, സ്വർഗാദി സ്വർഗങ്ങളിൽ അല്ല നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. നാം ഇപ്പോൾ ആയിരിക്കുന്നത് ഈ അശുദ്ധി നിറഞ്ഞ, മാലിന്യം നിറഞ്ഞ, പാപത്താൽ നിയന്ത്രിക്കപ്പെടുന്നതായ ലോകത്തിലാണ്. ഇവിടെ നാം ജഡത്തിലായിരിക്കുമ്പോൾ, ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് അറ്റൈൻ ചെയ്യുവാനായിട്ട്, എത്തിച്ചേരുവാനായി ദൈവം തന്നിരിക്കുന്നതായ ഒരു വിശുദ്ധിയുടെ മാനദണ്ഡമുണ്ട്. അതിന്റെ പാരമ്യത്തിലേക്ക് നാം വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തെ പോലെ വിശുദ്ധനായിരിക്കാനല്ല,
ദൈവം വിശുദ്ധരായിരിക്കുന്നത് കൊണ്ട് നാമും നമ്മുടെ റലമിൽ വിശുദ്ധരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ജഡത്തിലായിരിക്കുമ്പോ പ്രൈസ് ദി ലോർഡ് നമുക്ക് നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളുണ്ട്. ശാരീരികമായി, മാനസികമായി, ആത്മീയമായി, ഭൗതികമായി ഒക്കെ നമുക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്നതായ പ്രവർത്തന മണ്ഡലങ്ങളുണ്ട്. ഈ പ്രവർത്തന മണ്ഡലങ്ങളെല്ലാം തന്നെ ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോ അവിടെയൊക്കെ ഒരു ദൈവ പൈതൽ എന്നുള്ളതായ നിലയിൽ, ദൈവവചനം പ്രമാണിക്കുന്നവൻ എന്നുള്ളതായ നിലയിൽ പ്രൈസ് ദി ലോർഡ് നമ്മെ കണ്ടാൽ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന ദൈവ പൈതലാണ് എന്ന് മറ്റുള്ളവർ പറയത്തക്കതായ വിധത്തിൽ നാം നമ്മുടെ പ്രൈസ് ദി ലോർഡ് ആ വിശുദ്ധിയുടെ ലെവൽ സൂക്ഷിക്കണമെന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ വാക്യത്തിന്റെ ആ ആത്മീയ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും പ്രൈസ് ദി ലോർഡ് ദൈവം വെച്ചിരിക്കുന്നതായ അളവ് വരെ നമ്മൾ എത്തണം. മാത്രമല്ല ഹല്ലേലൂയ, ഈ ലോകത്ത് നമ്മളായിരിക്കുമ്പോൾ ഒരു വിശുദ്ധിയുടെ മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡത്തിലേക്ക് നാം എത്തിച്ചേരണം. മുന്നോട്ട് പോകാൻ നമുക്ക് തുടർന്നുള്ളതായ വാക്യങ്ങൾ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹന്ന ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 21 വേഴ്സസ് 16 and 17. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 21 വേഴ്സസ് 16 and 17. The city is laid out as a square, its length as great as breadth. And he measured the city with the 12,000 furlongs. Its length, breadth, and height are equal. Then he measured its wall 144 cubits according to the measure of a man, but that is of an angel. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ. നഗരം സമചതുരമായി കിടക്കുന്നു, അതിന്റെ വീതിയും നീളവും സമം. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു, 1200 നാഴിക കണ്ടു. അതിന്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. അതിന്റെ മതിൽ അളന്നു, മനുഷ്യന്റെ അളവിന് എന്ന് വെച്ചാൽ ദൂതന്റെ അളവിന് തന്നെ 144 മുഴം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൂതൻ വന്ന് നഗരം അളക്കുകയാണ്. നഗരം എങ്ങനെ കിടക്കുന്നത്? നഗരം സമചതുരമായി കിടക്കുകയാണ്. അതിന്റെ നീളവും വീതിയും സമമാണ്. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു, 1200 നാഴിക അതിന്റെ അളവെന്ന് കണ്ടു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1200 നാഴിക നീളം, 1200 നാഴിക വീതി, 1200 നാഴിക ഉയരം. ഇതൊരു സമചതുരം എന്ന് പറയുമ്പോ രണ്ട് രീതിയിൽ നമുക്കതിനെ ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരു പിരമിഡ് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ പിരമിഡിന്റെ ബേസ് എന്ന് പറയുന്നത് സമചതുരമാണെങ്കിൽ അതിന്റെ നീളവും വീതിയും സമമാണ്. പക്ഷേ അത് മുകളിലേക്ക് പോകും തോറും ചരിഞ്ഞിട്ട് ട്രയാങ്കുലർ ഷേപ്പിൽ അല്ലെങ്കിൽ സ്തംഭത്തിന്റെ രൂപത്തിൽ മുകളിലോട്ട് പോകും തോറും അത് വീതി കുറഞ്ഞു ഒടുവിൽ ഒരു പോയിന്റിൽ ചെന്ന് അവസാനിക്കും. അപ്പോ അതിന്റെ ആൾട്ടിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ, അതിന്റെ കറക്റ്റ് ഉയരം എടുത്തു കഴിഞ്ഞാൽ താഴെയുള്ളതായ ബേസിന്റെയും അതിന്റെ ആ ബേസിന്റെ നീളത്തിന്റെയും വീതിക്കും ഈക്വൽ ആയിട്ടുള്ളതായ ഹൈറ്റ്. അങ്ങനെ നമുക്ക് ഈ പട്ടണത്തെ അല്ലെങ്കിൽ ഈ നഗരത്തെ ഒരു സ്തൂപാകൃതിയിലുള്ള പിരമിഡിന്റെ ആകൃതിയിലുള്ളതായ ഒരു പ്രിസത്തിന്റെ രീതിയിൽ കാണുവാനായിട്ട് കഴിയും. രണ്ടാമത്, ഇതിന്റെ നീളവും വീതിയും ഉയരവും സമമാണെന്ന് കാണുമ്പോൾ ഒരു സമചതുരമായ രീതിയിൽ പ്രൈസ് ദി ലോർഡ് ഒരു പെട്ടി പോലെ, ഒരു ക്യൂബ് പോലെ പ്രൈസ് ദി ലോർഡ് ഇരിക്കുന്നതായ ഒരു നഗരം. ആ നഗരത്തിന്റെ നീളം, വീതി, ഉയരം ഇത് തുല്യമാണ്. 1200 നാഴിക എന്ന് പറയുന്നത് വേദപണ്ഡിതാക്കന്മാർ അത് കണക്കാക്കിയിരിക്കുന്നതായ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ 1500 മൈൽ എന്നുള്ളതായ രീതിയിലാണ്. 1500 മൈൽ നീളം, 1500 മൈൽ വീതി, 1500 മൈൽ ഉയരം ഉള്ളതായ ഒരു നഗരമായിട്ടാണ് അതിനെ കണക്കാക്കിയിരിക്കുന്നത്. പല അളവ് ഇതിന്റെ ഈ മുഴത്തിന്
പല അല്ലെങ്കിൽ നാഴികയ്ക്ക്, മുഴത്തിന്, വേദപുസ്തകത്തിന്റെ അളവിനൊക്കെ നിശ്ചിതമായിട്ടിരിക്കുന്നതായ ഒരു മെഷർമെന്റ് പറയുവാനായിട്ട് കഴിയുകയില്ല. ഓരോ രീതിയിലാണ് അതിന്റെ മെഷർമെന്റിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഏകദേശ കണക്കെന്നുള്ള രീതിയിൽ നമുക്കത് ചിന്തിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. ഇവിടെ നമുക്ക് പ്രൈസ് ദി ലോർഡ് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ആൻഡ് ദ സിറ്റി ലൈസ് 4 square and the length is as large as the breadth, and he measured the city with a reed 12,000 furlongs. 12,000 furlongs നീളം, length and the breadth and the height of it are equal, and he measured the wall thereof and 144 cubits according to the measure of a man, that is of the angel. അപ്പോ അതിന്റെ നീളവും വീതിയും മാത്രമല്ല, അതിന്റെ മതിൽ അളക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, ഈ നഗരത്തിന് ചുറ്റും 4 വശത്തും മതിൽ കെട്ടി അടച്ചിരിക്കുകയാണ്. സാധാരണ രീതിയിൽ പുരാതന നഗരത്തിന് ഓരോ സൈഡിലും 3 ഗേറ്റുകൾ വീതമുണ്ട് എന്നും മൊത്തത്തിൽ 12 ഗേറ്റുകൾ അതിനെ കാണുമെന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ടിടയായി. യെരുശലേം നഗരത്തിന് 12 വാതിലുകൾ എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ നഗരത്തിന്റെ മതിലിന്റെ അളവെന്ന് പറയുന്ന, അതിന്റെ ഉയരമെന്ന് പറയുന്നത് എത്രയാണ്? 144 മുഴം ഉയരമാണ് ഇതിന് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോ ഒരു വലിയ ഭയങ്കരമായ ഒരു പട്ടണമാണ്, വളരെ വലിപ്പമുള്ളതായ ഒരു പട്ടണമായിട്ടാണ് നമുക്ക് ഇതിനെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ 1200 മൈൽ ഉയരമെന്ന് പറയുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പട്ടണം പല തട്ടുകളായിട്ട് വിഭാഗിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, 10 നിലയുള്ളതായ ഒരു ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ ആ 10 നിലയുടെ ബിൽഡിങ്ങിനകത്ത് ഓരോ നിലയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഹൈറ്റ് ഉണ്ട്. സാധാരണ മനുഷ്യന്റെ അളവിനെടുത്തു കഴിഞ്ഞാൽ 10 അടിയാണ് ഒരു ഫ്ലോറിന്റെ ഹൈറ്റ് എന്ന്, സാമാന്യമായി 10 അടിയാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആണെങ്കിൽ 10 അടി ആയിരിക്കുകയില്ല ഇതിനകത്തുള്ളതായ ഹൈറ്റ്. ഈ 1500 മൈൽ ഹൈറ്റ് ഉള്ളതായ ഈ നഗരത്തിന് എത്ര തട്ടുകൾ ഉണ്ടായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഇനിയും ആ മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. നമുക്ക് വേണ്ടി ദൈവം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ യെരുശലേമിന്റെ പണിയാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രത്യാശയ്ക്ക് വളരെ സഹായകരമാണ്. മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമാണ്. പ്രൈസ് ദി ലോർഡ്. രത്നങ്ങൾ കൊണ്ടാണ് മതിലുണ്ടാക്കിയിരിക്കുന്നതെന്ന് ചുരുക്കം. നഗരത്തിന്റെ ആ വാതിലുകളും എല്ലാ ഭിത്തിയും അതിന്റെ തട്ടുകളും ഒക്കെ എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്? സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കം. നമുക്ക് ഈ ലോകത്തിൽ ഇപ്പൊ കിട്ടുന്ന തങ്കം എന്ന് പറയുന്നത് 24 കാരറ്റ് സ്വർണമാണ്. അത് എന്താണ്? മഞ്ഞ ലോഹമാണ്. പക്ഷേ ഈ മഞ്ഞ ലോഹം സ്വർഗത്തിലില്ല. അവിടുത്തെ തങ്കമെന്ന് പറയുന്നത് സ്വച്ഛ സ്ഫടികമാണ്. എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിരിക്കുന്ന കണ്ണാടി പോലെ ഉള്ളതായ സ്ഫടികം. അത് എങ്ങനെയായി കണ്ണാടി പോലെ ഉള്ളതായ തങ്കം അത് എങ്ങനെ ഇരിക്കുമെന്നുള്ള കാര്യം എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇമാജിൻ ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടെ സിമെന്റ് കട്ട വെച്ചും ഇഷ്ടിക വെച്ചും അതുപോലെ മണ്ണ് വെച്ചും ഉണ്ടാക്കുന്നതായ ഭിത്തിക്ക് പകരം അവിടെ ആ നഗരം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തോന്നുകൊണ്ടാണ്?
സ്വച്ഛ സ്ഫടിക തുല്യമായ തങ്കം കൊണ്ടാണ്, കണ്ണാടി പോലത്തെ തങ്കം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോ അതിന്റെ മനോഹാരിത എത്രയുണ്ട് എന്നൊന്ന് ചിന്തിക്കണം. ഇനി വായിക്കാം 19-20 വാക്യങ്ങൾ. നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. എത്ര അടിസ്ഥാനമുണ്ട്? 12 അടിസ്ഥാനമുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ. പ്രൈസ് ദി ലോർഡ്. ആ 12 അടിസ്ഥാനങ്ങളും ഒന്നല്ല, പ്രൈസ് ദി ലോർഡ്, 12 വിധ രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ആ അടിസ്ഥാനങ്ങൾ ആരാണെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമസഭയ്ക്ക് കർത്താവ് തന്നിരിക്കുന്ന 12 അപ്പോസ്തലന്മാരാണ് അടിസ്ഥാനം. അപ്പൊ അവർ അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്, സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് നീലരത്നം, മൂന്നാമത്തേത് മാണിക്യം, നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് നഖവർണി, ആറാമത്തേത് ചുവപ്പുകല്ല്, ഏഴാമത്തേത് പീതരത്നം, എട്ടാമത്തേത് ഗോമേതകം, ഒമ്പതാമത്തേത് പുഷ്യരാഗം, പത്താമത്തേത് വൈഡൂര്യം, 11ാമത്തേത് പത്മരാഗം, 12ാമത്തേത് സുഗന്ധിരത്നം. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ നമുക്ക് വായിക്കാനേ ഇപ്പൊ ഭാഗ്യമുള്ളൂ, കാണാനുള്ള ഭാഗ്യം നമുക്കില്ല. പ്രൈസ് ദി ലോർഡ്. എന്താ ഇങ്ങനെയൊക്കെയുള്ള ചിലപ്പോ ഒരുപക്ഷെ ഇവിടെ ഉണ്ടോന്ന്, ഈ ഭൂമിയിൽ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. ഏതായാലും പ്രൈസ് ദി ലോർഡ്, അതിന് യോഹന്നാൻ പേരിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. നമുക്ക് വേണ്ടി പണിയുന്ന ആ പുതിയ യെരൂശലേമിന്റെ അടിസ്ഥാനങ്ങൾ 12 വിധ വിലയേറിയ രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് ഒന്ന് ഭാവനയിൽ കാണുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം, നമ്മൾ ഇപ്പോഴായിരിക്കുന്നതായ ജീവിതവും നമുക്ക് നിത്യതയിൽ കിട്ടുവാൻ പോകുന്നതായ വാസസ്ഥലവും തമ്മിലുള്ള ആ ഒരു താരതമ്യം വളരെ നല്ലതാണ്. 21ാമത്തെ വാക്യത്തിലേക്ക് വരാം. 12 ഗോപുരമുണ്ട് എന്ന് പറഞ്ഞു. ഈ ഗോപുരങ്ങൾ എന്താണ്? 12 മുത്ത്. പ്രൈസ് ദി ലോർഡ്. ആ ഗോപുരങ്ങൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്, ആ ഗോപുരങ്ങൾക്ക് പേരുണ്ട്. 12 ഗോത്രപിതാക്കന്മാരുടെ പേരുകളാണ് ആ ഗോപുരങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഗേറ്റുകൾക്കുള്ളത് എന്ന് ചിന്തിച്ചു. ആ ഗോപുരങ്ങളെയും അലങ്കരിച്ചിരിക്കുകയാണ്. 12 ഗോപുരവും 12 മുത്ത്. ഓരോ ഗോപുരം ഓരോ മുത്തുകൊണ്ടുള്ളതും നഗരത്തിന്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവുമായി. ഇനി ശ്രദ്ധിക്കണം, നഗരത്തിന്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കമായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഗൾഫ് കൺട്രീസിലെ റോഡ് എങ്ങനെ ഉണ്ടാക്കും നമുക്കറിയാം. ലോകത്തിലെ ഏറ്റവും ടെക്നോളജി പരമായി മുൻപന്തിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നതായ റോഡുകൾ. നമ്മുടെ റോഡുകളെ ഒന്നും നമുക്ക്, നമ്മുടെ നാട്ടിലെ റോഡുകളെ ഒന്നും താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം ഇന്ന് റോഡ് പണിത് കഴിഞ്ഞാൽ നാളെ അത് കുളമായിട്ട് മാറുന്ന റോഡുകളാണ് നമ്മുടെ നാട്ടിലെ റോഡുകൾ. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഒലിച്ചു പോകുന്നതാണ് നമ്മുടെ നാട്ടിലെ റോഡ്. പക്ഷെ ഇവിടുത്തെ റോഡുകൾ അങ്ങനെയല്ല. പ്രൈസ് ദി ലോർഡ്. 10 കണക്കിന് ഭാരം വഹിച്ചുകൊണ്ട് പോകുന്നതായ ട്രെയിലറുകൾ ഇവിടെ ഫ്രീ ആയിട്ട് എത്ര വേഗതയിൽ പോയാലും ഇവിടുത്തെ റോഡിന് യാതൊരു കുഴപ്പവും വരികയില്ല. പക്ഷേ ഇവിടുത്തെ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? ഈ ഭൂമിയിലുള്ളതായ വസ്തുക്കളെ കൊണ്ടുണ്ടാക്കിയിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ലഭിക്കാനിരിക്കുന്ന, നമുക്ക് വേണ്ടി പണിയുന്ന ആ പുതിയ യെരൂശലേമിന്റെ ഭിത്തികൾ എല്ലാം നമ്മൾ നേരത്തെ ചിന്തിച്ചു. സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കം കൊണ്ടാണ് ഭിത്തികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഭിത്തികൾ മാത്രമല്ല, ആ നഗരത്തിൽ നമുക്ക് സഞ്ചരിക്കുവാനായിട്ട് നിർമ്മിച്ചിരിക്കുന്ന റോഡുകളും തങ്കം കൊണ്ടാണ്, സ്വച്ഛ സ്ഫടികമായ തങ്കം കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ എന്റെ ഇമാജിനേഷൻ ഞാൻ പറയാം,
തട്ടുകളായി തിരിച്ചിരിക്കുന്നതായ ഈ നഗരത്തിന്റെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലാണ് എനിക്ക് കിട്ടുന്നതായ വാസസ്ഥലം എന്നിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എനിക്ക് കിട്ടുന്നതായ ആ മന്ദിരത്തിൽ വീട്ടിലിരുന്ന് ഞാൻ തൊട്ടടുത്തതായ വീട്ടിലേക്ക് നോക്കുമ്പോ അവിടെ പ്രൈസ് ദി ലോർഡ് രാജബ്രദറാണ് വീട്ടിലെങ്കിൽ എനിക്ക് രാജബ്രദറിന്റെ വീട്ടിലുള്ളതായ കാര്യങ്ങൾ കാണാനായിട്ട് രാജബ്രദർ വാതിൽ തുറന്നു തരേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ രാജബ്രദറിന്റെ വീട്ടിൽ നടക്കുന്നതായ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. കാരണം ഭിത്തി എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്, കണ്ണാടി പോലത്തെ സ്വച്ഛ സ്ഫടിക തുല്യമായ തങ്കമാണ്. അവിടെ യാതൊരു മറവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ താഴത്തെ നിലയിലാണ്, 5ാമത്തെ നിലയിലാണ് യെവിനൊരു ഫ്ലാറ്റ് കിട്ടുന്നെന്നിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. യെവിൻ ആ ഫ്ലാറ്റിൽ ഇരിക്കുമ്പോ ഞാൻ താഴെ നിന്ന് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ റൂഫ് എനിക്ക് കാണാനായിട്ട് പക്ഷേ 5ാമത്തെ നിലയിലുള്ളതായ യെവിന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം എനിക്ക് കൃത്യമായി കാണാൻ കഴിയും. ഈ 1200 മൈൽ അകലെ പ്രൈസ് ഏറ്റവും ടോപ്പിലാണ് അനിലിന്റെ ഫ്ലാറ്റ് എങ്കിൽ അനിലിന്റെ ഫ്ലാറ്റിലുള്ള അതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ എനിക്ക് ഫ്ലൈറ്റ് പിടിച്ചു വരേണ്ട കാര്യമില്ല. ഇവിടുന്ന് നോക്കിയാൽ കാണാം. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ നഗരത്തിന്റെ ആ പണി, അതിന്റെ നഗരത്തിന്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യം. അത് പണിതിരിക്കുന്നത് സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കം കൊണ്ടുണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോ ഇന്ന് ഈ ലോകത്തിൽ കാണുന്നതായ എത്ര വിലയുള്ളതായ മന്ദിരമാണെങ്കിലും, എത്ര പണച്ചെലവുള്ളതായ കൊട്ടാരമാണെങ്കിലും ഇതിന്റെ അടുത്തെങ്ങും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലും ഇല്ലാത്തതായ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിനെക്കുറിച്ചുള്ളതായ ഒരു ഏകദേശ രൂപം, ഒരു ഔട്ട്ലൈൻ മാത്രമേ നമുക്ക് യോഹന്നാൻ തന്നിട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുമ്പോ ഇതിന്റെ 10 മടങ്ങായിരിക്കും നമുക്ക് ലഭിക്കുമ്പോ നാം അതിൽ ഹല്ലേലൂയ സന്തോഷിപ്പാനുള്ളത്. അങ്ങനെ കിട്ടാനുള്ളതായ ഒരു വിഷയമാണെങ്കിൽ ഈ ലോകത്തിലുള്ളതിന് വേണ്ടി നാം പ്രൈസ് ദി ലോർഡ് വഴക്കടിച്ചിട്ട് എന്താ കാര്യം? ഈ ലോകത്തിലുള്ളതിനു വേണ്ടി നമ്മള് അസൂയപ്പെട്ടിട്ട് എന്ത് കാര്യം? ഈ ലോകത്തിലുള്ളതിനു വേണ്ടി ഹല്ലേലൂയ മറ്റുള്ളവരുടെ വിരോധം സമ്പാദിച്ചിട്ട് എന്ത് കാര്യം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും പ്രിയമുള്ളവരെ, നമുക്ക് ഈ പ്രത്യാശയുണ്ട് എങ്കിൽ ഒരിക്കലും നിരാശ വരികയില്ല, ഒരിക്കലും ഭാരം വരികയില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നത് അത്യുത്തമം എന്ന് പറയുവാൻ കാരണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ ഇരുന്നാലും ലോകം വിട്ടാലും എനിക്ക് രണ്ടും ഒരുപോലെയാണ്. കാരണം പൗലോസ് പറഞ്ഞത്, ഈ ലോകത്തിൽ ഇരുന്നാൽ നിങ്ങളെ എനിക്ക് കർത്താവിങ്കിൽ ഉറപ്പിക്കുവാനും പലരെയും കർത്താവിന് വേണ്ടി നേടുവാനും കഴിയും. അതല്ല, ഈ ലോകം വിട്ടാലോ ഞാൻ കർത്താവിനോടുകൂടെ വസിക്കുവാൻ ഹല്ലേലൂയ കർത്താവിന്റെ അടുക്കൽ എത്തിച്ചേരുമെന്നുള്ളതായ പ്രത്യാശയാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ വസിക്കുന്നതും ലോകം വിടുന്നതും ഒരു ദൈവത്തിനെ സംബന്ധിച്ച് ഒരു പ്രത്യേകമായ വിഷയമേ അല്ല എന്നുള്ള കാര്യം ഇത് നമ്മൾ വായിക്കുമ്പോ മനസ്സിലാക്കുമ്പോ ആ വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാനായിട്ട് കഴിയും. 22ാമത്തെ വാക്യം, മന്ദിരം അതിൽ കണ്ടില്ല, സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകും. ഈ മന്ദിരം എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ് ആരാധനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതായ ദൈവമന്ദിരം, ഒരു പ്രത്യേകമായ ആലയം അതിനകത്തില്ല. പ്രൈസ് ദി ലോർഡ്. പകരം എന്താണ്? അവിടെ ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാണ്. കർത്താവാണ് അതിനകത്ത് ഉള്ള ഏറ്റവും വലിയ വിഷയം. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അവര് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്
ദൈവത്തെ ആരാധിക്കുവാനുള്ളതായ അവരുടെ ആലയമാണ്, മന്ദിരമാണ്. കർത്താവിന്റെ മുമ്പിൽ ഏറ്റവും വിലപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മൾ ആകുന്നതായ മന്ദിരമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മന്ദിരം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിപ്പാനുള്ളതായ ഇടം. അവിടെ ആ നഗരത്തിൽ എന്തില്ല? ആരാധിക്കുവാനുള്ളതായ പ്രത്യേക ഇടമില്ല. പ്രൈസ് ദി ലോർഡ്. എവിടെ നോക്കിയാലും ആരെ കാണാം? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ എവിടെ നോക്കിയാലും കാണാം. അത് കാണുവാനായിട്ട് 1500 നിലയിലേക്ക് പോകേണ്ട കാര്യമില്ല. കുഞ്ഞാട്ടിനെ കാണുവാൻ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വരേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. എവിടെ ഇരുന്നാലും കുഞ്ഞാട് നമ്മുടെ ദൃഷ്ടിക്ക് വിഷയീഭവിക്കും. കുഞ്ഞാടിനെ കാണുമ്പോ, കർത്താവിനെ കാണുമ്പോ ആരാധിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നമുക്ക് സ്തുതിപ്പാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആ മനോഹരമായ നിമിഷങ്ങൾ എത്ര വലിയ ഭാഗ്യമുള്ളതാണ്. ഹല്ലേലൂയ. മന്ദിരം അതിൽ കണ്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാണ്. 23-ാമത്തെ വാക്യം. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ഇനി ശ്രദ്ധിക്കണം. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിന്റെ വിളക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെന്നാ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇപ്പോ ഈ ഭൂമിയെ പ്രകാശിപ്പിക്കുവാൻ പകല് സൂര്യനുണ്ട്, രാത്രിയാണെങ്കിൽ ചന്ദ്രനുമുണ്ട്. അന്ന് ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്നിട്ട് ഈ പുതിയ യെരുശലേം ഇറങ്ങി വരുമ്പോ ആ യെരുശലേമിനെ പ്രകാശിപ്പിക്കുവാൻ അവിടെ സൂര്യനുമില്ല, ചന്ദ്രനുമില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെയോ അതിനകത്ത് ദൈവ തേജസ്സിന്റെ മൂർത്തിഭാവമായ കുഞ്ഞാട് അതിനകത്തുണ്ട്. ആ കുഞ്ഞാട് അതിന്റെ ലൈറ്റായി മാറുകയാ. കുഞ്ഞാട് അതിന്റെ പ്രകാശമായി മാറുകയാ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അതിന്റെ ജ്യോതിസായി മാറുകയാ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്നെ പരിചയപ്പെടുത്തുമ്പോ യോഹന്നാന്റെ സുവിശേഷത്തിൽ 7 സംബോധനകൾ, 7 സ്ഥാനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതിൽ കർത്താവ് പറഞ്ഞത് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന. പ്രൈസ് ദി ലോർഡ്. അത് വെറുതെ പറഞ്ഞതല്ല. ഹല്ലേലൂയ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇരുണ്ടടഞ്ഞു കിടന്നതായ ലോകത്തെ തന്റെ വചനത്താൽ പ്രകാശിപ്പിക്കേണ്ടതിനെ കർത്താവ് ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് കയറിപ്പോയപ്പോ ഈ ലോകം വീണ്ടും അന്ധകാരത്തിലായി. ആ അന്ധകാരത്തിൽ പ്രകാശിക്കുവാൻ കർത്താവ് 12 മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് പോയി. ആ മെഴുകുതിരികൾ എന്ത് ചെയ്തു? അനേക മെഴുകുതിരികളെ കത്തിച്ചു. ഈ അന്ധകാരത്തിന്റെ ഇടയ്ക്ക് പ്രൈസ് ദി ലോർഡ് ഇങ്ങനെയുള്ളതായ ചില കാൻഡിൽസ് ആയി മാറുവാൻ ദൈവം നമ്മളെയാണ് കണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇരുട്ടിൽ നമ്മൾ പ്രകാശം കൊടുക്കണം. നമ്മൾ കാൻഡിൽസ് മാത്രമാണിപ്പോ. നമ്മുടെ തൊട്ടടുത്തുള്ളതിന് മാത്രമേ നമുക്ക് പ്രകാശം കൊടുക്കാൻ കഴിയുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതിനെങ്കിലും പ്രകാശം കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമുക്ക് അടുത്തുള്ളതിന് പോലും പ്രകാശം കൊടുക്കാൻ കഴിയുന്നില്ല. നാം പോലും പ്രകാശത്തിൽ നടക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രകാശമാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ശ്രദ്ധിക്കണമേ. കർത്താവ് കത്തിച്ചിട്ട് പോയതായ 12 ആ ദീപങ്ങളിൽ നിന്ന്, ചെറിയ മെഴുകുതിരികളിൽ നിന്ന് ലോകം മുഴുവനും അനേക മെഴുകുതിരികൾ പ്രകാശിപ്പാനിടയായി. അതിന്നും ഈ മെഴുകുതിരികളെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ മെഴുകുതിരിയെങ്കിലും കത്തുന്നത് കൊണ്ടാണ് പാപത്തിന്റെ അന്ധകാരം അല്പമെങ്കിലും മാറി നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നാം ഈ മെഴുകുതിരിയാകുന്നതായ നാം കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെട്ട് പ്രൈസ് ദി ലോർഡ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ നഗരത്തിലേക്ക് ചെല്ലുമ്പോ ജ്യോതിസായ കർത്താവിനോടൊപ്പം നാമും പ്രകാശ ജ്യോതിസുകളായി പ്രകാശിക്കുവാനിടയാകും. നാമും ആരായി മാറും? വിളക്കുകളായി മാറും. അതുകൊണ്ടാണല്ലോ കർത്താവ് തന്റെ പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞ അതേ ഭാഗത്ത് തൊട്ടടുത്ത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നും കർത്താവ് പറയാൻ കാരണം അതാണ്.
അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ്, നമ്മിൽ കത്തിച്ചതായ ആ ദീപമുണ്ടല്ലോ, അത് നമുക്ക് തന്നെ പ്രകാശമായി തീരുന്നതോടൊപ്പം മറ്റുള്ളവർ ആ പ്രകാശം കണ്ട് അവരുടെ ഇരുട്ടിൽ നടക്കുന്നതായ അനുഭവം മാറുവാനിടയായിട്ട് തീരണം. പ്രൈസ് ദി ലോർഡ്. നഗരത്തിൽ പ്രകാശിപ്പിക്കുവാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. ഹല്ലേലൂയ. 24-ാമത്തെ വാക്യം, ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഈ നഗരത്തിൽ നിന്ന് വരുന്നതായ പ്രകാശമാണ് പുതിയ ഭൂമിക്ക് വെട്ടം കൊടുക്കുന്നത്. പ്രകാശ ജ്യോതിസ് ഏതാണ്? പ്രൈസ് ദി ലോർഡ്. കർത്താവ് വെളിച്ചമായി നഗരത്തിനകത്തുണ്ട്. ആ വെളിച്ചത്തിൽ നിന്ന് കിട്ടുന്നതായ പ്രകാശം ഏറ്റെടുക്കുവാൻ ദൈവജനമാകുന്നതായ നമ്മൾ അതിനകത്തുണ്ട്. ചേർന്ന് പ്രകാശിക്കുമ്പോ ഇതൊരു പ്രകാശഗോളമായിട്ടങ്ങ് മാറുകയാണ്. ഏത്? ഈ പുതിയ യെരൂശലേം പ്രകാശഗോളമായിട്ടങ്ങ് മാറുകയാണ്. ഈ പ്രകാശഗോളത്തിൽ നിന്ന് വരുന്നതായ പ്രകാശമാണ് പുതിയ ഭൂമിക്ക് പ്രകാശിപ്പിക്കുന്നത്. അവിടെ എന്തില്ല? സൂര്യനുമില്ല, ചന്ദ്രനുമില്ല. ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. ഏതിലേക്ക്? ഈ പുതിയ യെരൂശലേമിലേക്ക്, നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക്, നാം ഇരിക്കുന്ന ഇടത്തേക്ക് ജാതികൾ തങ്ങളുടെ മഹത്വം കൊണ്ടുവരുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. ഗോപുരങ്ങൾ എന്ന് പറയുന്നത് ഗേറ്റ് ആണെന്ന് പറഞ്ഞു. ഈ നഗരത്തിന്റെ വാതിൽ അടയ്ക്കുന്ന പ്രശ്നമേ ഇല്ല. കാരണം സാധാരണ വാതിൽ അടയ്ക്കുന്നത് എപ്പോഴാണ്? രാത്രിയിലാ വാതിൽ അടയ്ക്കുന്നത്. ഇവിടെ എന്തില്ല? എപ്പോഴും ഈ നഗരം പ്രകാശിച്ച് നിൽക്കുന്നത് കൊണ്ട് അവിടെ രാത്രി എന്ന് പറയുന്ന വിഷയമേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഗേറ്റുകളൊന്നും അടക്കി. all the gates of it shall not be shut at all by day, for there shall be no night there. അവിടെ രാത്രി എന്ന് പറയുന്നത് ഇല്ല. പ്രൈസ് ദി ലോർഡ്. ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. വായിക്കാം 27-ാമത്തെ വാക്യം. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും പോഷകം പ്രവർത്തിക്കുന്നവരാരും അതിൽ കടക്കയില്ല. വളരെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന കാര്യമാണ്. എന്താണെന്നറിയാമോ? നാം പലപ്പോഴും അശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നതായ വിഷയം ഗുരുതരമായി തീരുന്നത് കൊണ്ടാണ് വചനം അത് വളരെ സ്ട്രെസ് ചെയ്ത് ആവർത്തിതമായി പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും ഫോഷ്കും പ്രവർത്തിക്കുന്നവർ ആരും അതിൽ കടക്കുകയില്ല. ഫോഷ്ക് എന്ന് പറയുന്നത് അത് പൈശാചിക സന്തതിയാണ്. പിശാചിന് അവകാശം പറയുന്ന കാര്യമാണ്. അത് പാപമാണ്. പ്രൈസ് ദി ലോർഡ്. ഫോഷ്ക് നമ്മുടെ നാവിൽ നിന്നും നമ്മുടെ പ്രവൃത്തിയിൽ നിന്നും ഒരിക്കലും വരുവാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഫോഷ്ക് പറയുന്നതായ അവസ്ഥയിൽ നമ്മൾ മരിച്ചാൽ ഒരിക്കലും ഇതിനകത്ത് കടക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. നാം നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ഹല്ലേലൂയ മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യയെന്ന് നടിക്കേണ്ടതിന് വേണ്ടി നമ്മുടെ സൈഡ് നാം പറയുന്നത് ശരിയാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി, ഞാൻ നീതിമാനാണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യം വരേണ്ടതിന് വേണ്ടി, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നാം ഒരു കള്ളം പറയുകയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ പറഞ്ഞ നഗരമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചാൽ പോയത് ദുബായിക്കായിരിക്കും. പക്ഷേ ഞാന്
അജമാനാണ് പോയത്, അല്ലെങ്കിൽ ഞാൻ ഫുജറയ്ക്കാണ് പോയത് എന്ന് പറയുമ്പോ എന്തോ മറച്ചു വെക്കാനായിട്ട് നമ്മളൊരു ചെറിയ കള്ളം പറഞ്ഞത്. ചെറുതാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിക്കും. പക്ഷെ ഇത് നോട്ട് ചെയ്യുമെന്നുള്ള കാര്യം മറന്നുപോകരുത്. നമ്മളത് മറന്നുപോകും. നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളത് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കും. നമ്മളത് ഗൗരവമായിട്ട് കണക്കാക്കാത്തത് കൊണ്ട് നാം അത് മറന്നുപോകും. ഈ മറന്നുപോകുന്നതായ കാര്യം എപ്പോഴാ മുമ്പിൽ വരുന്നത്? പ്രൈസ് ദി ലോർഡ്. നമുക്ക് രൂപാന്തരത്തിന്റെ ആവശ്യം വരുമ്പോഴാണ് ഇത് അവിടെ ഗൗരവമായി തീരുന്നത്. അതുകൊണ്ട് ദൈവജനം പ്രൈസ് ദി ലോർഡ് നിത്യത കർത്താവിനോടുകൂടെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായ ഒരു ദൈവമൈതലും ഫോഷ്ക്ക് നാവിൽ വരാൻ അനുവദിക്കരുത്. ഫോഷ്ക്ക് സംബന്ധമായ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും ഇടയാകരുത്. ഇത് വെളിപ്പാട് പുസ്തകത്തിന്റെ ഒടുവിൽ ഓർപ്പിക്കുന്നതായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് ദി ലോർഡ് തിരശീല വീഴുമ്പോ, ആ തിരുവചനത്തിന്റെ തിരശീല വീഴുമ്പോ നമുക്ക് വളരെ ശക്തമായ താക്കീത് തന്നുകൊണ്ടാണ് വേദപുസ്തകത്തിന്റെ താളുകൾ അടയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. എന്നാൽ നാം വളരെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. കുഞ്ഞുങ്ങളെ കൊണ്ടുപോലും നാം ഫോഷ്ക്ക് പറയിക്കാൻ അവരെ നിർബന്ധിതമാക്കുന്ന സന്ദർഭങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവജനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. താൽക്കാലികമായ നിലനിൽപ്പ് ഒരുപക്ഷെ ഉണ്ടായെന്ന് വരാം, താൽക്കാലികമായ നന്മ ഉണ്ടായെന്ന് വരാം, താൽക്കാലികമായ സീറ്റുകൾ ലഭിച്ചു എന്ന് വരാം. പക്ഷേ ലഭിക്കേണ്ടത് ലഭിക്കാതെ വണ്ണം അത് ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം ഉണ്ടാകരുത്. ഹല്ലേലൂയ. അത് വളരെ ശ്രദ്ധിക്കണമെന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 22-ാമത്തെ അധ്യായമാണ്. അതുകൊണ്ട് അത് 12 വിധ ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്കുതകുന്നു. വീഥിയുടെ നടുവിൽ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദി. അത് ഈ നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് പുതിയ ഭൂമിയെ നനയിക്കുവാൻ, പുതിയ ഭൂമിയെ അത് പ്രൈസ് ദി ലോർഡ് അതിനെ ഫലഭൂയിഷ്ടമാക്കുവാൻ ഒഴുകി വരുന്നതായ ജീവജല നദിയ. ആ നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധ ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്കുതകുന്നു. ഇതിന്റെ ഒരു പിക്ചറാണ് നമുക്ക് യെഹെസ്കേലിന്റെ പ്രവചനത്തിൽ വായിപ്പാനായിട്ട് കഴിയുന്നത്. ആലയത്തിന്റെ സിംഹാസനത്തിന്റെ കീഴിൽ നിന്ന് പുറപ്പെടുന്നതായ നദി അത് ഒഴുകി ഇന്നിടത്ത് ചെന്ന് പതിക്കുന്നു എന്നും അതിന്റെ ഇരുകരയിൽ നിൽക്കുന്നതായ വൃക്ഷങ്ങളുടെയും ഒക്കെ കാര്യം യെഹെസ്കേൽ പറയുന്നത് ഇതിന് ഒരു സിംബോളിക് ആയിട്ട് നമുക്ക് അവിടെ വായിപ്പാനായിട്ട് കഴിയും. ഇത് യാഥാർത്ഥ്യമായിരിക്കുമ്പോ അത് സിംബോളിക്കാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യങ്ങൾ നമ്മൾ വായിച്ച് ഞാൻ ചിന്തയെ നിർത്താം. പ്രൈസ് ദി ലോർഡ്. 22-ന്റെ 3, 4, 5 വാക്യങ്ങൾ വായിച്ചാൽ യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ ദൈവത്തിന്റെ മുഖം കാണും. ദൈവത്തിന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവിടുത്തെ ദാസന്മാർ കർത്താവിനെ ആരാധിക്കും. അവർ നമ്മുടെ കർത്താവിന്റെ മുഖം കാണും. നമ്മുടെ കർത്താവിന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകയില്ല.
ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. നമുക്ക് ലഭിക്കാനിരിക്കുന്ന ആ നിത്യതയുടെ പ്രവേശന കവാടത്തെങ്കിലും നാം ആയിട്ടുള്ളൂ. പ്രവേശനോ ആ പ്രവേശന കവാടത്തിൽ നാം ആയിരിക്കും എന്നുള്ളത് മാത്രമേ യോഹന്നാന് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ നിത്യതയിൽ നാം എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കാനിരിക്കുന്നത് എന്ന് നമുക്കിപ്പോൾ അനുമാനിക്കുവാനായിട്ട് കഴിയുകയില്ല. കാരണം പ്രൈസലോ അവിടെ ചെല്ലുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യപദവിക്ക് വേണ്ടി നമുക്ക് വളരെ കാത്തിരിക്കാം. കർത്താവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു വിഷയം എന്റെയും പ്രൊഫസി ദൈവസഭയോടുള്ളതായ ബന്ധത്തിൽ നടക്കുന്നതായ 19 കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഇനി വെളിപ്പാട് പുസ്തകത്തിൽ 31 കൂട്ടം കാര്യങ്ങൾ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വിഷയമായിട്ട് എടുത്തിട്ടില്ല. പ്രൈസലോ അത് വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ചപ്പോ ഞാൻ അന്ന് പഠിപ്പിച്ചതാണ്. പ്രൈസലോ അത് കേട്ടിട്ടില്ലാത്തതായ പലരും ഇപ്പം നമ്മുടെ മധ്യത്തിലുണ്ട്. അത് ഒരു വിഷയമായി നമ്മുടെ മുമ്പിൽ മനസ്സിലാക്കേണ്ടതായ ഒരു വിഷയമായി കിടക്കുകയാണ്. രണ്ടാമത് ബൈബിൾ ക്ലാസ്സിന് എടുക്കുവാൻ ആഗ്രഹിക്കുന്നതായ രണ്ടാമത്തെ വിഷയം വേദപുസ്തക ചരിത്രം എടുത്താൽ കൊള്ളാമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ വേദപുസ്തകമൊക്കെ വായിക്കുന്നുണ്ട്, പക്ഷേ വേദപുസ്തകത്തിന്റെ ക്രമമായിട്ടുള്ളതായ ആ എഴുത്തിന്റെ പ്രത്യേകതയും പഴയ നിയമത്തെ കുറിച്ചുള്ളതായ ഒരു ധാരണയും ഇല്ലാത്തതായ പലരും നമ്മുടെ മധ്യത്തിലുണ്ട്. ഉൽപ്പത്തി വായിക്കുന്നു, ലേവ്യ പുസ്തകം വായിക്കുന്നു, രാജാക്കന്മാർ വായിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം രാജാക്കന്മാരൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രവചന പുസ്തകം വായിക്കുന്നു. പ്രവചന പുസ്തകം വായിച്ചാലായി, വായിച്ചില്ലെങ്കിലായി. ഇതെന്താ അതിന്റെ പ്രയോജനം എന്നൊന്നും നമുക്ക് അറിയത്തില്ല. പലർക്കും അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. എന്തിനാണ് ഈ പഴയ നിയമത്തെ നമ്മൾ തന്നിരിക്കുന്നത്? പഴയ നിയമത്തിന്റെ പ്രത്യേകത എന്താണ്? പഴയ നിയമത്തിന്റെ അടുക്കും ചിട്ടയും എന്താണ്? അതിനകത്തുള്ളതായ വിഷയങ്ങൾ എന്താണ്? ഇത് മനസ്സിലാക്കാതെ നാം ഇരുന്നാൽ നമ്മുടെ വീണ്ടെടുപ്പിനെ കുറിച്ചോ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ചോ ഒന്നുള്ളതായ ശരിയായിട്ടുള്ളതായ ധാരണ നമുക്ക് ലഭിക്കുകയില്ല. പിന്നെ വരുന്നു, കൈകൊട്ടി പാടുന്നു, പോകുന്നു, പ്രസംഗം കേൾക്കുന്നു, ഇടയ്ക്കിടയ്ക്കുള്ളതായ ദൈവവചന പഠനം ശ്രദ്ധിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളതായ തിരുവചന അറിവ് നമുക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഒരു 95% ആൾക്കാരുടെയും കുഴപ്പം. പ്രൈസലോ താല്പര്യമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ നിയമത്തിന്റെ ഓരോ പുസ്തകങ്ങളുടെ നിലവാരങ്ങളെ കുറിച്ച് അത് മുന്നോട്ട് പഠിക്കുവാനുള്ളതായ താല്പര്യമുണ്ട്.